സുഖാണ് നമ്മളങ്ങനെ പറയും. അപ്പൊ ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കുക അത് സ്നേഹത്തിന്റെ ചോദ്യമാണ്. നേരെ പക്ഷെ ഗന്ധത്താന്റെ വർത്താനം സുഖല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലേ, ആദ്യം നമുക്ക് മനസ്സിലാക്കാം ഇത് ചോദ്യം തന്നെ എന്തില്ല, സുഖല്ല, ചോദ്യം തന്നെ സുഖല്ല. അപ്പൊ രണ്ടും മനസ്സിലാക്കാം. ആ മലക്കിന്റെ ചോദ്യത്തിൽ വന്ന് മനസ്സിലാക്കാം ഇതിപ്പോ പണി വാളോ ഇല്ലേ, നല്ല നല്ല റാഹത്തിലാണോ, അൽഹംദുലില്ലാ സുഖാണ്, റാഹത്തല്ലേ, അതിമൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് മലക്ക് എന്ന് പറയും, ആദ്യം മലക്ക് വന്നിട്ട് കൂടുതൽ നേരം നിൽക്കൊന്നുമില്ല. കാരണം ആ മലക്കിന്റെ ഡ്യൂട്ടി എന്നതാണല്ലോ, ഒരു കബറിൽ നിന്ന് മറ്റൊരു കബറിലേക്ക്, ആ കബറിൽ നിന്ന് മറ്റൊരു കബറിലേക്ക്, അങ്ങനെ കബർ മാറി പോവാണ്. അപ്പൊ ഈ മലക്ക് വന്നിട്ട് പറയും, ആ മലക്ക് വന്നിട്ട് നമ്മൾ ഇരുത്തും, കബറിൽ ഇരിക്കും. എന്നിട്ടോ കബറിൽ ഇരുത്തിയിട്ട് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ആ മയ്യത്ത് പറയാണ് ഒക്തുബ്. പിന്നെ എനിക്ക് വേറെ ഡ്യൂട്ടി ഉണ്ട്, ഞാൻ വന്നതിനാ ഒക്തുബ് എഴുതിക്കോ. അല്ല നിങ്ങൾ എഴുതണേ പറയണൊക്കെ എഴുതണുണ്ടോ ഒക്തുബ് എഴുതണുണ്ടോ ഏതാണ് ചരിത്രങ്ങളൊക്കെ എഴുതിയേക്കണം. അപ്പൊ ഈ മലക്ക് വന്നിട്ട് കബറിൽ പറയാണ് ഒക്തുബ്. എന്താ മലക്ക് പറയണേ? എഴുത്. എല്ലാ മയ്യത്തിനോട് പറയും, എല്ലാ അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും എത്ര ചെറിയ ആളാണെങ്കിലും ഒക്തുബ് എഴുതിക്കോന്ന് പറയും. എഴുതിക്കോ. നിങ്ങൾ ഞാൻ ചോദിക്കുമ്പോ ചിലപ്പോ എഴുതണുണ്ടോന്ന് ചോദിക്കുമ്പോ ഇല്ല നിങ്ങൾ ഡയലോഗ് അടിച്ചാൽ, കാരണം നിങ്ങൾ അവിടെയാണ്, നിങ്ങളെ വരിയിലാണല്ലോ, ഞാൻ ഇവിടെ ഇരുന്ന് പറയണല്ലോ. പക്ഷെ നേരെ കബറിന് പറ്റൂല. ഒക്തുബ് എഴുതിക്കോന്ന് പറയുമ്പോഴേ ഒന്നും പറയാൻ പറ്റൂല. എന്താ പറയാ? നീ എഴുതി നിന്റെ ജീവിതത്തിൽ ഇന്നവരെ നീ ചെയ്ത നന്മകളും ജീവിതത്തിൽ ഇന്നവരെ ചെയ്ത തിന്മകളും എഴുതിക്കോന്ന് പറയും. ആരോട്? മയ്യത്തിനോട് പറയാണ്. എഴുതു മയ്യത്തെ, നിന്റെ ജീവിതത്തിൽ ഇന്നവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ എഴുതിക്കോന്ന് പറയും. സുബ്ഹാനല്ലാഹ്. കുടുങ്ങിലെ ഇന്നലത്തെ നടന്ന കാര്യങ്ങൾ ചിലപ്പോ ഇന്ന് എഴുതാൻ നിന്നാൽ ചിലപ്പോ മറക്കും. അതുകൊണ്ടാണ് ഇന്നലത്തെ റമദാൻ നിലാവിലെ വിവരങ്ങൾ ഇന്നലെ തന്നെ എഴുതി വെക്കണം എന്ന് പറയുന്നത്. പക്ഷെ ഖബർ എന്ന് അള്ളാഹു നമുക്ക് ആ ഓർമ്മ കണ്ടു തരും. ജീവിതത്തിൽ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം എന്തെല്ലാം ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ എല്ലാം നമ്മുടെ മനസ്സിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തി തരും. അതൊക്കെ എങ്ങനെ ഉസ്താദെ, അതൊക്കെ ഇപ്പൊ ഓർമ്മ ഉണ്ടാവും, അതൊക്കെ മറക്കൂലേ? എല്ലാം ഓർമ്മ ഉണ്ടാവും. നിങ്ങൾ കണ്ടില്ലേ നമ്മളെ മൊബൈലൊക്കെ ഇടുന്നപ്പോ മൊബൈലൊന്നും ആർക്കും പഠിപ്പിച്ചേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. എല്ലാ ഉമ്മമാർക്കും എല്ലാ ഉപ്പമാർക്കും. ഇനി പൈമ കുറെ കളിച്ചാൻ അറിയില്ലെങ്കിലും യൂട്യൂബ് എടുത്തുകൊണ്ട് അറിവിന്നില്ല എന്ന് തുറക്കാൻ എല്ലാവർക്കും അറിയാം. എല്ലാ ഉമ്മമാർക്കും അറിയാം. എത്ര വലിയ പ്രായമുള്ള ഉമ്മാമ്മമാരാണെങ്കിലും കിടത്തുന്ന കിടത്തത്തിൽ നിന്ന് കേൾക്കുന്ന ഉമ്മമാരാണെങ്കിലും ഉപ്പാപ്പാരാണെങ്കിലും യൂട്യൂബ് തുറക്കാനും അതിന് അറിവിന്നില്ലാവും റമദാൻ നിലാവും തുറക്കാനും അറിയാത്തൊരു ഇപ്പൊ ആരുമില്ല. അൽഹംദുലില്ലാ. അപ്പൊ ദീനിന് വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകട്ടെ. മജ്‌ലിസ് കേൾക്കാൻ വേണ്ടി മാത്രം മൊബൈൽ വാങ്ങിയ ആളുകൾ എത്രയാണ്? വൈഫൈ വലിച്ചിട്ട് അതിന്റെ സൗകര്യം ഒരുക്കി, ടി വി ഒരുക്കി, അൽഹംദുലില്ലാ ബോക്സ് ഒക്കെ വെച്ച് അതൊക്കെ കേൾക്കുന്ന കുടുംബങ്ങൾ എത്രയാണ്? നമ്മുടെ കുടുംബവും നമ്മുടെ വീടും അള്ളാഹു നല്ല ബർക്കത്തും റഹ്മത്തും നിഅമത്തും സന്തോഷം അള്ളാഹു ഏറ്റി തരട്ടെ. അപ്പൊ ഉക്തുബു അമലക. അപ്പൊ നമ്മൾ നോക്കിയേ, നമ്മൾ ആ മൊബൈലിന്റെ അകത്ത് ചെറിയ മെമ്മറി കാർഡ് ഉണ്ട്, ചിപ്പി എന്ന് പറയും, ചെറിയ മെമ്മറി കാർഡ്. ആ മെമ്മറി കാർഡിൽ എന്തെല്ലാം സംഗതി കൊള്ളും അല്ലെ? ഇത്രയും വലിയ മനുഷ്യനെ ആ ചെറിയ മെമ്മറി കാർഡിൽ ഫുൾ ഡോക്യുമെന്റ് കൊള്ളൂലേ? എന്തെല്ലാം കാര്യങ്ങൾ. അതിന്റെ ജീബി ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഇത് ദുനിയാവിൽ അള്ളാഹു നമുക്ക് ഉദാഹരണം കാണിച്ചു തരികയാണ്. അപ്പൊ അതിന് ഡിലീറ്റ് ആക്കിയാലോ അത് റിക്കവർ ചെയ്തെടുക്കാനുള്ള സംവിധാനം ഉണ്ട്. അപ്പൊ കബറിന്റെ അകത്തിരുന്നിട്ട് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഈ മെമ്മറി കാർഡിൽ ഈ ലോകം മുഴുവനും തരാൻ, അതിന്റെ വിവരങ്ങൾ മുഴുവനും, ഒരു പഞ്ചായത്തിന്റെ അതല്ലെങ്കിൽ ഒരു ജില്ലയുടെ വിവരങ്ങൾ മുഴുവനും ഈ ചെറിയ മെമ്മറി കാർഡിന്റെ ഉള്ളിലാക്കാൻ പറ്റുന്ന റബ്ബിന് നിങ്ങളെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ മുഴുവനും മറന്നുപോയ കാര്യങ്ങളൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ടുവരാന് റബ്ബിന് എന്താ കഴിവില്ലേ? അള്ളാഹു കരുതിയ നടക്കാത്ത എന്താ? ഖബറിന്റെ അകത്ത് നിന്ന് മലക്ക് നമ്മോട് പറയും, നിന്റെ അമലിനെ എഴുതുക, നീ ചെയ്ത നന്മകൾ, നീ ചെയ്ത തിന്മകൾ, ജീവിതത്തിൽ സംഭവിച്ച നന്മകളും തിന്മകളും എഴുതി വെക്കാൻ മലക്കിനോട് നമ്മൾ പറയും. മലക്ക് നമ്മളോട് പറയാം, അല്ലാഹുവേ മലക്ക് വന്നിട്ട് എഴുതാൻ പറയാണ്, നീ ചെയ്തു പോയ നന്മകളും തിന്മകളും എല്ലാം എഴുതോ മയ്യത്തേ. മലക്ക് വന്നിട്ട് നമ്മളോട് എഴുതാൻ പറയുമ്പോ ഞാൻ എങ്ങനെയാണ് എഴുതുന്നത്? നമ്മൾ ചിലപ്പോ ചെറിയ കുട്ടിക്കാലത്ത്, ഞാനല്ലോ